വിചാരിക്കുന്നു. ഇന്ന് നമ്മളെ അലിയുടെ ബർത്ത്ഡേ ആണ്. സോ ഇന്ന് അവൻ കാലത്തെ മിഠായി മേടിക്കാൻ പൈസ തരും. ഞാൻ കഷ്ടം, എനിക്ക് സങ്കടം വന്നടേ. അങ്ങനെ ഞാൻ കയ്യിരുന്ന പൈസ എടുത്ത് മക്കൾ മിഠായി മേടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി. ഇവരാരും ഒന്നും മേടിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ കൊണ്ടുപോയി മിഠായി മേടിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞാൽ പൈസ ഇവിടെ വിൽക്കാൻ അങ്ങ് മേടിച്ചു. പൈസ ഒന്നും കൊടുക്കണ്ട. ചോദിച്ചാൽ എന്തുവാ പൈസ കൊടുക്കേണ്ട കാര്യം എന്തുവാ എന്നും പറഞ്ഞ ഈ കുറിച്ചൊരു ചാട്ടം. ഞാൻ പിന്നെ രഹസ്യമായിട്ട് ചോദിച്ചിരുന്ന കാര്യം. അപ്പോഴാ പറഞ്ഞത് നമ്മുടെ അരിയുടെ സ്കൂളിൽ നിന്ന് നമ്മൾ മിഠായിയൊക്കെ കൊണ്ടുവന്നായിരിക്കും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ദാണ്ടേ ജംഗ്ഷനിലോട്ട് വന്ന് ഇനി കേക്ക് എടുക്കുന്നുണ്ടോ? കേക്ക് മേടിക്കണം. അലിക്ക് വേണ്ടിട്ട് ഓൾറെഡി നമ്മൾ ഇന്നലെ മറ്റേ ബോൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മറ്റേ ബോൾ അല്ല, അവന് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അടുത്ത് മാമ എനിക്ക് ഫുട്ബോൾ വാങ്ങി തരാമെന്ന് പറഞ്ഞായിരുന്നു. ഫുട്ബോൾ മേടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അറിയാതെ എന്റെ വായിന്നങ്ങ് വീണടേ. ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാണ് നിനക്ക് ബോൾ വേണോ ഡ്രസ്സ് വേണോ? ഞാൻ പറഞ്ഞു എനിക്ക് ബോൾ മതി. ഞാൻ പറഞ്ഞു ഒന്നും മേടിച്ചില്ല, പൈസ ഇല്ല, അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞ തെറ്റിയങ്ങ് മാറി അവിടെ നിന്ന്. പൊട്ടനായോണ്ട് പിന്നെ കുഴപ്പമില്ല. സന്തോഷമാവും. എനിക്ക് കേക്ക് മേടിച്ചിട്ട് വരാം. ബൈ ബൈ. ബ്ലൂബെറി ഉണ്ട്. വൈറ്റ് നമ്മളെപ്പോഴും കഴിക്കുന്നില്ലേ, റെഡും കഴിക്കുന്ന. ബ്ലൂബെറി ഉണ്ട്. ബ്ലൂബെറി പാഴ്സലാ കഴിക്കാനാ? ഒറ്റയ്ക്ക് വന്ന് അലിക്ക് കേക്ക് മേടിക്കാൻ വിചാരിച്ചു. കേക്ക് എനിക്കറിയാം ഇതേ സംഭവിക്കുമെന്ന് എനിക്കറിയാം. ഞാനിവിടെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പപ്സ് എങ്ങനെയുണ്ട്? ഇല്ലെങ്കിൽ നീ വിഴുങ്ങിയാനല്ലേ സാധനം കൊണ്ടുവന്നപ്പോ സുബഹാനയുടെ മുഖത്ത് വിരിഞ്ഞ ഒരു ചിരിയുടെ ഒരു ഇതുണ്ട്. അത് എനിക്ക് പകർത്താൻ കിട്ടുള്ളൂ. ആ ചിരി കാണുന്നു സുബഹാന കൊണ്ടുവന്നപ്പോ. സത്യം അതിന്റെ മുഖത്ത് ഒരു ബ്ലിങ്ക് ലൈറ്റ് അടിച്ചിടിയത് സാധനം കൊണ്ടുവന്നപ്പോഴത്തേക്ക്. നമ്മള് കേക്കെല്ലാം മേടിച്ചു, മിഠായി മേടിച്ചു. കേക്ക് നമ്മൾ അവിടെ മുറിപ്പിക്കുന്നില്ല കേട്ടോ. കേക്ക് നമ്മള് വീട്ടില് വൈകിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും നല്ല രീതി കൊടുക്കണം. ഇല്ലാണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മള് കേക്ക് വീട്ടില് പോയി മുറിച്ചിട്ട് ഇപ്പൊ മിഠായി കൊടുത്തിട്ട് നമുക്ക് അങ്ങ് പോവാം. വൈകിട്ട് അവൻ വരുമ്പോഴത്തേക്ക് അവന് പറയുന്നില്ല, കേക്കിന്റെ കാര്യം പറയുന്നില്ല. വൈകിട്ട് ചെന്ന് അവൻ വരുമ്പോഴത്തേക്ക് കേക്കെല്ലാം റെഡിയാക്കി 3 മണിയാവും വരാൻ. 3 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മിഠായി എടുത്ത് വെച്ച് നമ്മളെ സർപ്രൈസ് ആയിട്ടുള്ള ബോള് അതും എടുത്ത് വെച്ചിട്ട് കേക്ക് മുറിക്കാം. അപ്പൊ നമുക്ക് നേരെ അലിയുടെ സ്കൂളിലോട്ട് പോവാം. നമ്മള് താണ്ടെ അലിയുടെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഇനി അവര് ലഞ്ച് ടൈം ആയോന്നൊന്നും അറിയാൻ വയ്യ. കുഞ്ഞുങ്ങളായോണ്ട് ചിലപ്പോ അവര് നേരത്തെ വിടും. എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി മിഠായി കൊടുത്തിട്ട് ഇങ്ങ് വരാം. വീഡിയോ എടുക്കാൻ പറ്റുമോ? സമ്മതിക്കും തോന്നുന്നില്ല. ജസ്റ്റ് നമുക്ക് മിഠായി കൊടുക്കുന്ന സമയത്ത് വേണം ഒരു വീഡിയോ എടുക്കാം. അല്ലാതെ നമ്മൾ ഹലോ ഗായ്സ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ പറ്റത്തില്ല. പിള്ളേരെ ചെരുപ്പെല്ലാം വെളിയിട്ടായിരുന്നു. നമ്മള് മുട്ടായി കൊണ്ട് അലിക്ക് കൊടുത്ത് അലിത അങ്ങതാ പോയി. അവന്റെ റിയാക്ഷൻ ആ മുഖത്തൊരു സന്തോഷം ഒന്നുമില്ല. ചെക്കൻ ബ്ലിങ്കസ് അടിച്ചു അല്ലടി. അവൻ ബ്ലിങ്കസ് അടിച്ചു. ഞാൻ വെച്ചാൽ അവന്റെ മുഖത്തൊന്നും നല്ല കിടിലും വല്ല റിയാക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല. അവ ഒരുമാരില്ല എന്തിനാ അവ അങ്ങനെയാണ്. അവനിക്ക് റിയാക്ഷൻ കുറവാണ്. നമ്മൾ ശശിയായി
ഇനി നമുക്ക് വൈകിട്ടത്തെ ഇനി അവന്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അവനങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നുമില്ല. അവൻ കുറച്ച് താമസിച്ചാണല്ലോ റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മള് വീട്ടിൽ പോണോ? അവിടെ ഒരു ഇതില്ലാണ്ട് ഞാൻ തന്നെ പ്ലിങ് അടിച്ചു പോയി. അതിന് എന്തായാലും വൈകിട്ട് വരുമ്പോൾ എക്സ്പ്രഷൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ നമുക്ക് ഫുട്ബോൾ മേടിച്ചില്ല. നമുക്ക് അത് കാറ്റൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി എന്നിട്ട് കേക്ക് കൊണ്ട് അതും ഇല്ല. ഇനി ആ സമയത്തുള്ള എക്സ്പ്രഷൻ ആ ശരിയാ എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും നമുക്ക്. ഭയങ്കര പാവമാണ്, ഭയങ്കര പാവട്ടോ, ഭയങ്കര ഇൻട്രോവേർട്ടാ. അതാണ് നമുക്കൊന്നും വഴക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോഴേ കരഞ്ഞു കളയും, അതാണ് പ്രശ്നം. സോ ഞാൻ അലിക്ക് മേടിച്ച ബലൂൺ, പക്ഷെ ബലൂൺ അല്ലല്ലോ, ബോള് കാണിച്ചു. വേണ്ട, ഇതാണ് നമ്മൾ അവനിക്ക് വേണ്ടിട്ട് മേടിച്ച ഫുട്ബോൾ. കേക്ക് 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 മേടിച്ച് സുബാന ഇത് കണ്ട, ഇതാണ് അലിക്ക് മേടിച്ച ബോള്. ഓക്കെ, നമുക്കിതൊന്ന് കൊണ്ട് പെരിപ്പിക്കാം. നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നു നമ്മൾ. ഇനി പോയിട്ട് വല്ലതും കഴിക്കണം. ദോശയും സോയാബീൻ കറി കണ്ടു നമ്മളെ വീട്ടിൽ. ദോശയും സോയാബീൻ കറിയും കഴിക്കണം. ഇവളും ചിക്കൻ പപ്സും ഷേക്കും കുടിച്ചു. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് ഞാൻ പോയി ദോശയും സോയാബീൻ കറിയും ഉമ്മച്ചി ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങണം. എന്നിട്ട് അലി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പ്ലാൻ പരിപാടി പറ്റിയ. സോ ഗായ്സ്, ഇത് ഞാൻ വെച്ച മീൻകറി. ഉമ്മച്ചി ഇതാ ഇവിടെ പൊരിച്ച മീൻ പൊരിക്കുന്നു. സുബാന ഇതാ അലിക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് മീൻ പൊരിക്കാൻ പോണോ? നീ നിനക്ക് മുട്ടായി എടുത്തിട്ട് നീ എന്താ നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് നടന്നിട്ട് ഒരുമാതിരി അല്ല നമ്മളെ ഒരു ഏതാ മൈതാനത്ത് വെച്ച് കണ്ട പരിചയം പോലും നീ കാണിച്ചില്ലല്ലോടാ. നീ ആ മുട്ടായി തട്ടിപ്പറിച്ചിട്ട് അങ്ങ് ഒരൊറ്റ പോക്ക്, ആ മുട്ടായി തട്ടിപ്പറിച്ച് ഒരൊറ്റ പോക്ക് നീ കൊള്ളാലോടാ. ആ അവൻ വരെ കൈയെടുത്ത് കാണിക്കുന്നത്, നീ ഒരു മൈൻഡ് വലിച്ചില്ലല്ലോടാ നമ്മളാ. കേക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. എവിടെ മോന്തോക്കട്ട്. Birthday to you, happy birthday to you, happy birthday to you, Ali. നീ തന്നു, നീ കഴിച്ചു. നിന്റെ വയല് വേ കേക്ക് കൊള്ളാമോ അലി? ഇഷ്ടപ്പെട്ടാ? അലി കണ്ണു തുറന്ന് ഗൈസ്, എനിക്ക് സർപ്രൈസ് ഇല്ല. അത് കേക്ക് സർപ്രൈസ്. ഇഷ്ടപ്പെട്ടാ? ബോള് കൊള്ളാമോ? ഹാപ്പിയാ? ഹാപ്പിയാ? ഓക്കെ, നീ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് ബോളിൽ ഇട്ടെന്ന്?